തലസ്ഥാന നഗരമായ പട്ടണമായ തിരുവനന്തപുരമാണ് എന്റെ സ്വദേശം. തിരുവനന്തപുരത്ത് ഞാൻ ഏകദേശം നാമധേയ ക്രൈസ്തവ മാതാപിതാക്കൾക്ക് പുത്രനായി ആദ്യ സന്താനമായി ജനിച്ചു. ഞാൻ അവർക്ക് വളരെ ലാളിതനായ ഒരു മകനായി വളർന്നു. സ്കൂൾ വിദ്യാഭ്യാസം ഏകദേശം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാലയളവിൽ മുതൽ ഞാൻ കലാരംഗത്തിൽ വളരെ ആകൃഷ്ടനാവുകയും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ചലച്ചിത്രവേദിയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഓർക്കസ്ട്ര അതുപോലെ പിന്നണി ഗായകരെയൊക്കെ എന്നോടൊപ്പം അണിനിരത്തി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ എന്റെ പേരിൽ സ്വന്തമായി ഒരു ഗാനമേള സമിതി രൂപീകരിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും പുറത്തും അനവധി വേദികളിൽ പ്രേക്ഷകരെ ജനങ്ങളെ കയ്യിലെടുത്ത് ഗാനമേളകൾ അവതരിപ്പിച്ച ഒരു കലാകാരനായിരുന്നു. എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തിൽ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ ആകൃഷ്ടനാവുകയും അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒന്നിലനവധി പ്രാവശ്യം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പ്രതിനിധിയായി അതിന്റെ വിദ്യാർത്ഥി സംഘടനയിൽ ജയാളിയെ ജയിച്ച യൂണിയൻ പ്രതിനിധിയായി സെക്രട്ടറിയായി ഒക്കെ മാറ്റപ്പെടുന്ന ഒരു കാലം മാറിയ ഒരു കാലം ഉണ്ടായിരുന്നു എന്റെ വിദ്യാഭ്യാസ കോളേജ് കാലയളവിൽ. ആ സമയത്ത് എനിക്ക് ഒത്തിരി രാഷ്ട്രീയ വിരോധികൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് അതിന്റെ യുവജന പ്രസ്ഥാനത്തിലും അതിന്റെ മാതൃസംഘടനയിലും ഒക്കെ ഞാൻ പ്രവർത്തിക്കുന്ന വേളയിൽ ഈ രാഷ്ട്രീയ വൈരാഗ്യം എനിക്ക് നേരെ വർദ്ധിച്ചു വന്നു. ഒടുവിൽ ഞാൻ ചുരുക്കമായി പറയട്ടെ, എന്റെ എതിരാളികൾ, രാഷ്ട്രീയ എതിരാളികൾ ഞാനൊരു പ്രതികൂലമാണ് എന്ന് ബോധ്യമായപ്പോൾ വല്ല വിധേനയും എന്നെ കൊന്നുകളയുവാൻ, എന്നെ മുടിച്ചു കളയുവാൻ അവർ ആസൂത്രണം ചെയ്ത പദ്ധതികൾ പല വിധത്തിലും പല സന്ദർഭങ്ങളിലും എനിക്കെതിരെ അവർ പല വിധത്തിലുള്ള അക്രമങ്ങളുണ്ടായി, അടിപിടികളുണ്ടായി. നടക്കുമ്പോൾ എനിക്കെതിരെ വന്ന് എന്നെ അടിക്കുക, ഉപദ്രവിക്കുക, ഏറ്റുമുട്ടലുണ്ടാകുക, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായി. അതെല്ലാം ഞാൻ നേരിട്ട് ഒടുവിൽ അവൻ എന്നെ കൊല്ലുവാനായി തീരുമാനിച്ചു. ഒരു ദിവസം ഞാൻ താമസിക്കുന്ന എന്റെ ഗ്രാമത്തിൽ എന്റെ വീട്ടിന്റെ പരിസരത്ത് വന്ന് ഒരു ഉച്ചവേളയിൽ ചില ഗുണ്ട പ്രവർത്തകർ വന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇന്ന് രാത്രി ഈ ഇന്ന വ്യക്തിയുടെ എന്റെ പേര് പറഞ്ഞു ആ വ്യക്തിയുടെ വീട്ടിൽ കൃത്യം 9 മണിക്ക് വലിയ ശബ്ദമുണ്ടാകും, നിലവിളി ഉയരും, നിങ്ങൾ ആരും ലൈറ്റ് ഇടരുത്, അടുത്ത് താമസിക്കുന്നവർ ആരും ലൈറ്റ് ഇടുകയോ ആ വീട്ടിന്റെ മുറ്റത്ത് ഓടി വരികയോ ചെയ്യരുത്. അവിടെ എന്ത് നടന്നാലും നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല എന്ന് ഗുണ്ടകൾ അവിടെ വന്ന് മുന്നറിയിപ്പ് കൊടുത്തു, ഭീഷണിപ്പെടുത്തി. ഇത് അറിഞ്ഞിട്ട് പോലീസ് അധികാരികൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചില മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, എങ്കിലും കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ തരാമെന്ന്. അവര് പറഞ്ഞത് രാത്രി 9 മണിക്കാണ്. പ്രിയമുള്ളവരെ, അതേപോലെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ചില സുഹൃത്തുക്കളുമായി ഇരിക്കുകയാണ്. കൃത്യം 9 മണിയായപ്പോൾ എന്റെ വീട്ടിന്റെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ഒരു അന്ധകാരമായി ഞാൻ പെട്ടെന്ന് വീടിന്റെ മുറ്റത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള ബോംബാക്രമണത്തിന്റെ ശബ്ദമാണ്. എനിക്ക് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് 8-9 പേർ എനിക്ക് ചുറ്റും വളഞ്ഞു നിന്ന് എന്നെ കൊല്ലുവാനായി ബോംബുകൾ, മാരകമായ ബോംബുകൾ എനിക്ക് നേരെ എറിയുന്നു, വാളുകൾ വീശുന്നു, വെട്ടുന്നു, ആക്രമിക്കുന്നു. 4 പേർ ഞാൻ എന്റെ വീടിന്റെ പുറകുവശത്തുള്ള വാതിൽ കൂടി ഓടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ വന്നാൽ എന്നെ അവിടെ ഇട്ട് വെട്ടുവാൻ, കൊല്ലുവാൻ 4 കൊലയാളികൾ, 4 ഭീകരർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുൻവശത്തായിരുന്നു, എനിക്ക് ഓടി രക്ഷപ്പെടുവാൻ സാധ്യമല്ല. എന്റെ ചുറ്റുപാട് 9-ലധികം ഗുണ്ടകൾ മാരകായുധങ്ങളുമായി നിൽക്കുന്നു. ചിലർ എനിക്ക് നേരെ ബോംബെറിയുന്നു. എന്റെ വീട്ടിന്റെ പല ഭാഗങ്ങളും എന്റെ കിണറുകളെല്ലാം അവർ എറിഞ്ഞ് നശിപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വെളിച്ചമില്ല, രക്ഷപ്പെടുവാൻ മാർഗമില്ല. എന്റെ ചുറ്റുപാട് ഇങ്ങനെ ഗുണ്ടകൾ നിൽക്കുകയാണ്. ഏതോ ഒരു അദൃശ്യകാരൻ, ഞാൻ അറിയാത്ത ഒരു കാര്യം, ഇത്രയും ഗുണ്ടകളുടെ കണ്ണുകൾ വെട്ടിച്ച് എന്റെ ഏകദേശം ഒരു 500 മീറ്ററുകൾക്കപ്പുറം ഒരു പുറമ്പിൽ എന്നെ കൊണ്ടുവന്നിട്ടു. ഇവരുടെ കണ്ണുവെട്ടിച്ച് ഞാൻ എങ്ങനെ 500 മീറ്ററുകൾക്കപ്പുറം പോയി എന്ന് ഈ നിമിഷം വരെ എനിക്ക് ചിന്തിച്ചിട്ട് അറിയുന്നില്ല. പക്ഷേ
പോലീസ് വന്നു, നാട്ടുകാർ വന്നു, തിരച്ചിൽ നടത്തി. ഹെർമൻസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാനില്ല. ഒത്തിരി നേരം തിരച്ചിൽ നടത്തിയിട്ട് എന്നെ കാണാത്തത് കൊണ്ട് അവർ തീരുമാനത്തിലെത്തി. എന്നെ കൊല്ലുവാൻ വന്ന ഗുണ്ടകൾ, കൊലയാളികൾ എന്നെ കൊണ്ടുപോയി എന്ന് വിചാരിച്ചിട്ട് അവർ അന്ന് രാത്രി എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള ഇൻഫർമേഷൻ കൊടുത്തു. ആ രാത്രി 9:30-ക്ക് ശേഷം ആ തിരുവനന്തപുരം പട്ടണത്തിലുള്ള എല്ലാ റോഡുകളിലും മെയിൻ റോഡുകളിലും ഓടിയ വാഹനങ്ങൾക്ക് പോലീസ് പരിശോധന നടത്തി. എന്നെ അവർ എവിടെ കൊണ്ടുപോയി. പക്ഷേ ഞാനൊരു 500 മീറ്ററുകൾക്കപ്പുറം ഒരു പുറപ്പിൽ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അതിനടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ ഒരു ശബ്ദം കേട്ട് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഞാനാണെന്ന് മനസ്സിലായി. അവർ അറിയിപ്പ് കൊടുത്തു പോലീസിന്, ഇന്നയാൾ ഇന്ന സ്ഥലത്ത് കിടക്കുകയാണ്. അവർ ഓടി വന്നു, എന്നെ എടുത്തു. പോലീസ് അധികാരികളുമായി എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് ബോധം ശരിയായിട്ടില്ല. ഉടനെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ എന്നെ ഒബ്സർവേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദയനീയമായ ഒരു കാഴ്ച കണ്ടു. എന്തെന്നറിയാമോ? എന്റെ വീട്ടിന്റെ അടുത്തുള്ള ചില സുഹൃത്തുക്കൾ ഒരു സ്ട്രക്ചറിൽ ഒരു ഡെഡ് ബോഡി മൂടി മോർച്ചറിയിലോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്റെ പരിചയക്കാരാണ്, വീട്ടിനടുത്തുള്ള സുഹൃത്തുക്കളാണ്. എന്റെ കേട്ടത് ഓടി ഒബ്സർവേഷനിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് അത്? നിന്നെ കൊല്ലുവാൻ വന്നവർ, നിന്റെ മുമ്പിൽ വാള് വീശിയവർ, നിന്റെ കൊല്ലുവാൻ ബോംബെറിഞ്ഞവർ. പക്ഷെ നിന്റെ കിട്ടിയില്ല. നിന്റെ വീട്ടിൽ ബോംബെറിയുന്ന ശബ്ദം കേട്ട് ഓടി വന്ന അയൽപക്കത്തുള്ള ഒരു യവനക്കാരൻ, 25 വയസ്സോളം പ്രായമുള്ള ഒരു യവനക്കാരൻ. ആ യവനക്കാരൻ എന്റെ വീട്ടിന് മുമ്പിൽ ഈ ബോംബെറി കൊണ്ട് കുടൽമാല ചിന്നി ശരീരം ചിന്ന ഭിന്നമായി തക്ഷണം അവിടെ മരിച്ചു വീണു. എന്നെ കൊല ചെയ്യുവാൻ വന്ന കൊലയാളികൾക്ക് എന്നെ കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സ്ഥാനത്തിൽ വേറൊരു യൗവനക്കാരൻ പിടഞ്ഞു വീട് മരിച്ചു. എങ്ങനെയാണ് 500 മീറ്ററുകൾക്കപ്പുറം എന്നെ ആര് കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം പറയാം, എന്റെ ഭാര്യ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചുള്ളവരാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടു മുമ്പ് ഒരു ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട്. വെടിവെച്ചാൻ കോവിൽ എന്നാണ് പറയുന്നത്. ആ സ്റ്റോപ്പിന്റെ പേര്, ആ ക്ഷേത്രത്തിന്റെ പേരാണ് അറിയപ്പെടുന്നത് വെടിവെക്കുന്ന അമ്പലം. അതുവഴി പോകുന്ന ബസ് യാത്രക്കാരും കാൽനട യാത്രക്കാരും ഒക്കെ ആ വെടിവെക്കുന്ന അമ്പലത്തിൽ കാണിക്കുള്ള നേർച്ചയുള്ളൂ. അതുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിന്റെ പേര് വെടിവെച്ചാൻ കോവിൽ സ്റ്റോപ്പ്. ആ ക്ഷേത്രം എന്റെ ഭാര്യയുടെ ഒരു കുടുംബക്ഷേത്രമാണ്. ഒരു ഉമ്മയ്ക്കും ഒപ്പനും 10 മക്കള് ഒരുവളായി ജനിച്ചു വളർന്ന ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോളേജിൽ എന്നോടൊപ്പം പഠിച്ചു. പക്ഷേ എന്റെ പാട്ട് കേട്ട് എന്റെ പാട്ടിൽ ആകർഷകയായി അവൾ പിൽക്കാലത്ത് എന്റെ ജീവിത പങ്കാളിയായി ഇറങ്ങി വന്നു. എന്നെ കൊല്ലാൻ പദ്ധതിയിട്ട ആ രാത്രിയിൽ യാദൃശ്ചികമായി ഇതുപോലുള്ള സുവിശേഷ കൂട്ടം നടക്കുന്ന സ്ഥലത്ത് എന്റെ ഭാര്യ പോവുകയുണ്ടായി. അന്ന് 9 മണിക്ക് സുവിശേഷ പ്രാസംഗം നിർത്തിയ കർത്താവിന്റെ ശുശ്രൂഷകൻ എല്ലാവരെയും എഴുപ്പി നിർത്തിക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ രാത്രിയിൽ നിന്നെയോ നിന്റെ കുടുംബത്തിലെയോ ഒരു മരണം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ആത്മാവിനായി ദൈവത്തെ സ്തുതിച്ചോ പറഞ്ഞു. ആ ശക്തി മാറിപ്പോകട്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യയ്ക്ക് അറിയില്ല, അവൾ ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചവളാണ്, യാദൃശ്ചികമായി പോയതാണ്. പക്ഷേ അവളും കൈയടിച്ചു. അവൾക്കറിയാം, എന്റെ വീട്ടിൽ എന്തു പകല് വന്നു എന്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ആ ദൂതനാണോ ഈ കേൾക്കുന്നത്? അവൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു. അവൾ ആരാധന കഴിഞ്ഞ് വന്നപ്പോൾ അവൾ അറിയുന്നു, എനിക്ക് പകരം വേറൊരു വ്യക്തി അവിടെ മരിച്ചു. പ്രിയമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, എന്റെ മരണം മുന്നിൽ കണ്ട ഞാൻ ഇന്നും ജീവനോടെ ഈ ദേശത്ത് വന്ന് എന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പറയുവാൻ ഒരു അവസരം ലഭിച്ചത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുത്തെ. മരണത്തിന്റെ വാസികൾ പലവിധത്തിൽ എന്നെ ചുറ്റിയെങ്കിലും അവിടെ എല്ലാം എന്റെ യേശുവിന്റെ കരം എന്നെ വിടുവിച്ചു. അതിനേക്കാൾ അപ്പുറമായി യേശു ലോകത്തിന് സൗഖ്യം നൽകുന്ന സൗഖ്യദായകനാണ് യേശു. അതും കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കുടുംബജീവിതത്തിൽ എനിക്ക് 2 പെൺതലമുറകളെ ദൈവം ദാനമായി തന്നു. ഇളയ മകൾ 10ാം ക്ലാസ് പഠിച്ച് 11ാമത്തെ ഹയർ സെക്കൻഡറി പോകുന്നു. 16ാമത്തെ വയസ്സ്
16-ാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറിക്ക് പോയി പഠിക്കുകയാണ്. 3 മാസം ഹയർ സെക്കൻഡറിയിൽ ഇങ്ങനെ തുടർന്നു. 3-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാതെ അസഖ്യമായ വയറുവേദന എന്റെ വീട്ടിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിലൊക്കെ വന്നു. ഞാൻ ക്രിസ്തവ മാതാപിതാക്കൾ ജനിച്ചുവെങ്കിലും ഈ പെന്തക്കോസിൽ ഞാൻ അടൽച്ചല്ല. ഞാൻ ലോകപരമായി പാട്ടുപാടി മദ്യപിച്ച ആ രീതിയിൽ ജീവിച്ചവനാണ്. പക്ഷേ എന്റെ മരണത്തിന് ശേഷം, എന്റെ ഈ സംഭവത്തിന് ശേഷം വളരെ ആത്മാർത്ഥമായി ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ വന്നു. എന്റെ ഇളയ മകൾ 11-ാമത്തെ ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി പഠിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ അസഖ്യമായ ഉദരവേദന, വയറ്റുവേദന. എനിക്ക് ആയുർവേദത്തിൽ വലിയ വിശ്വാസമുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ഏറ്റവും വലിയ പ്രശസ്തമായ കോട്ടയ്ക്കൽ ആയുർവേദ വൈദ്യശാലയിൽ ഞാനും എന്റെ ഭാര്യ എന്റെ മകളുമായി പോയി ചില പരിശോധന നടത്തി മരുന്നുകൾ തന്നു, കഴിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് 2 ആഴ്ച കഴിച്ചപ്പോൾ എന്റെ മകളുടെ വയറിന്റെ വേദന അസഖ്യമായി വർദ്ധിച്ചു. ഒരു രാത്രിയിൽ എന്റെ മകള് ഉറങ്ങുവാൻ കഴിയാതെ തല താഴെ വെച്ച് 2 കാലും ചുവരിൽ പൊക്കി നിർത്തി നിന്നുകൊണ്ട് നിലവിളിക്കുന്നത് കണ്ട് ഞങ്ങൾ മനസ്സ് തകർന്നു. അന്ന് പകൽക്കാലം എന്റെ വീട്ടിന്റെ പരിസരത്തുള്ളവർ തീരുമാനിച്ചു, ഇവൻ ആയുർവേദം കൊടുത്ത് മകളെ കൊല്ലുന്നു, നാളെ നാട്ടുകാർ എന്റെ മകളെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകുമെന്നുള്ള വാർത്ത കിട്ടിയ ഞങ്ങൾ, ഞാനും എന്റെ ഭാര്യയും കൂടെ രാവിലെ എന്റെ മകളെ കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ പോയി എന്റെ മകളെ കാണിച്ചു. ചില പരിശോധനകൾക്കായി സ്കാനിങ് എടുക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്കാനിങ് സെന്ററിൽ വന്നു, സ്കാനിങ് എടുത്തു. ചില മണിക്കൂറുകൾക്ക് ശേഷം റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ എന്റെ മകളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിലേക്ക് എന്റെ മകളെയും കൊണ്ട് ഞങ്ങൾ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെയും ചില പരിശോധന നടത്തി, സ്കാനിങ് എടുത്തു. ഉടനെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഇരുന്ന കേരളത്തിലെ പ്രശസ്തമായ ഗൈനക്കോളജിസ്റ്റും അന്നത്തെ മെഡിക്കൽ കോളേജിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രൊഫസറുമായിരുന്ന ഒരു ഡോക്ടർ നിർമ്മല, ആ നിർമ്മല സുധാകരൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഡോക്ടറാണ്. അവർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ മരണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒപ്പിടാൻ പറഞ്ഞു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്റെ കണ്ണിൽ നിന്ന് രക്തത്തുള്ളികൾ ഇങ്ങനെ വീണു. 16 വയസ്സായ എന്റെ മകൾക്ക് എന്താണ്? ഉടനെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ എമർജൻസി തിയേറ്ററിൽ എന്റെ മകളെ കൊണ്ടുപോയി. കാര്യം അറിയാമോ? 16 വയസ്സ് പ്രായമുള്ള എന്റെ മകളുടെ യൂട്രസിനുള്ളിൽ, ഉദരത്തിനുള്ളിൽ, ഒരു ഓവറിക്കുള്ളിൽ ഏകദേശം 3 കിലോയോളം വലിപ്പമുള്ള ഒരു മാസ് വളർന്നു. അത് പൊട്ടി ഒലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്റെ മകൾ മരണത്തെ നേരിട്ടുകൊണ്ടിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞില്ല. എമർജൻസി തിയേറ്ററിൽ ഏകദേശം 4 മണിക്കൂറിലധികം നീണ്ട ഒരു സർജറി നടത്തി. ആ ട്യൂമർ പുറത്തെടുത്തു. അവർ എന്റെ മകൾ ICUയിൽ പ്രവേശിച്ചു. 17 ദിവസം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എന്റെ മകളുമായി ഞങ്ങൾ നിൽക്കുകയാണ്. 16-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, പത്തോളജി ലാബിൽ ഈ യൂട്രസിൽ നിന്ന് പുറത്തെടുത്ത ട്യൂമർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 17-ാമത്തെ ദിവസം രാവിലെ ഞാൻ പോയി പത്തോളജി ലാബിൽ നിന്നും റിസൾട്ട് വാങ്ങിക്കൊണ്ട് വന്നു. ഡോക്ടറുടെ കയ്യിൽ കൊടുത്തപ്പോൾ ചില സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുന്നു. വളരെ സന്തോഷമായി. പ്രിയമുള്ളവരെ, ഒരു മകളെയും കൊണ്ട് ഒരു മാതാവ്, ഒരു പിതാവ് ഒരു ആശുപത്രിയിൽ 10-17 ദിവസം മാരകമായ ഓപ്പറേഷന് വിധേയമായി, ജലപാനമില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, ഉറക്കമില്ലാത്ത ഒരു പിതാവ് ഡിസ്ചാർജ് ചെയ്തപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വാഹനം അറേഞ്ച് ചെയ്തു. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തപ്പോൾ അതേ ഡോക്ടർ എന്റെ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോകാനല്ല, പിന്നെ എവിടെ? അയ്യോ, ഈ കുട്ടിയുടെ ഉദരത്തിൽ നടന്ന ട്യൂമറിന്റെ റിസൾട്ട് എന്റെ കയ്യിൽ അതിന്റെ ഒരു കോപ്പി തന്നിട്ട് പറഞ്ഞു, ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ ക്യാൻസർ വ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും എന്റെ ഈ ശബ്ദം പോസ്റ്റാണ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ എന്റെ കയ്യിൽ അതിന്റെ രേഖയിൽപ്പെട്ട് നിങ്ങൾക്ക് അതിന്റെ രേഖയത്തെ ഞാൻ കാണിക്കാൻ സന്നദ്ധനാണ്. മാരകമായ ക്യാൻസർ രോഗത്തിന് എന്റെ മകൾ അടിമയാണെന്ന് ഉള്ള വാർത്ത കേട്ടപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ഓടി എവിടെയെങ്കിലും പോയി മരിക്കുവാൻ. മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ നിന്ന് ഓടിയ ഓട്ടം കേട്ടപ്പോൾ മറ്റു രോഗികളുടെ കൂട്ടിൽ പോയി വിചാരിച്ചു, ഇവൻ എന്തോ മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. പലരും എന്നെ ആക്രമിക്കാൻ വന്നു, എന്നെ കല്ലെറിഞ്ഞു. 1-2 പേർ എന്റെ ദേഹത്തിൽ ഉപദ്രവിച്ചു ചെയ്തു. പക്ഷെ കൂടെ വന്നവർ പറഞ്ഞു, അയ്യോ, അവൻ കള്ളനല്ല, അവൻ അടിക്കരുത്, ഉപദ്രവിക്കരുത്. എനിക്ക് ബോധമില്ല. പ്രിയമുള്ളവരെ, അവസാനം അവരെല്ലാവരും കൂടെ എന്നെ തൂക്കിയെടുത്തു. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ ഞങ്ങൾ RCCയിലൊക്കെ റെഫർ ചെയ്യുക. അതിനുള്ള റെഫർ ഷീറ്റ് എഴുതി എന്റെ കയ്യിൽ തന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പിതാവായി ഞാൻ
എൻ്റെ മകളെ കൊണ്ട് RCCയിലോട്ട് പോയിരുന്നത്. എൻ്റെ മകൾ എൻ്റെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് നാളെ RCCയിൽ വരാൻ പറ്റുമോ? ഞങ്ങൾ ഹമ്പിളായിട്ട് പറഞ്ഞു ശരി അനുവദിക്കാം, പക്ഷെ നാളെ രാവിലെ തന്നെ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ആശുപത്രി പോയി പരിശോധന നടത്താൻ ചികിത്സയ്ക്ക് വരാൻ പറഞ്ഞു. അന്ന് പകൽ ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് ഇന്ന് ഞങ്ങൾ ആരാധിക്കുന്ന ട്രിവാൻഡ്രം സെന്ററിന്റെ ലോക്കലായ പുന്നമ്മോട് എന്ന് പറയുന്ന ഫെയ്ത്ത് അടുത്തുകൂടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അവിടെ ഞങ്ങളുടെ വാഹനം നിർത്തി അന്നിരുന്ന സുവിശേഷ വേലക്കാരോട് എൻ്റെ മകളുടെ ധൈര്യമായ കാര്യങ്ങൾ സംസാരിച്ചു. അവരെ വാഹനത്തിന്റെ അടുത്ത് വന്നു. അവർ എൻ്റെ മകൾ ആശുപത്രിയിലായിരുന്നപ്പോൾ എൻ്റെ മകളെ നോക്കി ആശുപത്രിയിൽ വന്നു പ്രാർത്ഥിച്ചു. ഞങ്ങൾ വാഹനത്തിൽ നിന്നും എന്നെ പുറത്തിറക്കിയിട്ട് എൻ്റെ മകൾ എന്തോ അന്നിരുന്ന മദറിനോട് രഹസ്യമായി പറഞ്ഞു. ശരി, മദർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി പുറകെ സുവിശേഷമായ കാര്യം എൻ്റെ വീട്ടിൽ വന്നു. ചില നിമിഷങ്ങൾക്ക് ശേഷം മദർ എന്നോട് പറഞ്ഞു, സഹോദര, നിങ്ങളുടെ മകൾ പറയുന്നു ഇനി ഒരിക്കലും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകരുത്, ചില മാസങ്ങൾ മാത്രം ഈ കുഞ്ഞ് ജീവിക്കുമെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. അത് ഞങ്ങളോടും പറഞ്ഞു. ആകയാൽ മരിക്കണമെങ്കിൽ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ, എനിക്കിനി മരുന്ന് വേണ്ട. അവളുടെ തീരുമാനം അതാണ്. അപ്പനായ നിങ്ങളെന്ന് പറയുന്നത്. ഞാൻ പറയും എൻ്റെ മകളുടെ അതാണെങ്കിൽ എനിക്ക് മറുപടിയില്ല. ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ക്യാൻസർ ബാധിച്ചു. ശരീരത്തെ ക്യാൻസറിന് വിധേയമായി ആ ചികിത്സയ്ക്ക് വിധേയപ്പെട്ട എൻ്റെ മകൾ പിന്നെ ഇന്ന് വരെ RCCയുടെ വരാന്തയിൽ പോയിട്ടില്ല. ഒരു മെഡിസിൻ RCC പരമായോ മറ്റുപരമായോ ആ രോഗത്തിന് എൻ്റെ മകൾ ഒരു ചികിത്സ തേടിയിട്ടില്ല. കേവലം 3 മാസക്കാലം മാത്രം എൻ്റെ മകൾ ജീവിക്കുമെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതി. +1 പിന്നെ പഠിച്ചില്ല. +2 എൻ്റെ മകൾക്ക് പോകാൻ സാധിച്ചില്ല. ഭയങ്കര വേദനയാണ്. മരുന്നത് കഴിക്കുന്നില്ല. പക്ഷെ വല്ലപ്പോഴേക്ക് പിള്ളേർ വരും, പഠിപ്പിച്ച അധ്യാപകർ വരും. ഹയർ സെക്കൻഡറിയുടെ എക്സാം, ഫൈനൽ ഇയർ എക്സാം നടക്കുമ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് പ്രിൻസിപ്പളും അധ്യാപകരും 2 പേരും വന്ന് ചോദിച്ചു, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? എന്നെ മോൾ പറഞ്ഞു, പപ്പ ശ്രമിക്കാം. ശരി, എക്സാമിന്റെ ദിവസം ഞങ്ങൾ പ്രത്യേകമായ ഒരു വാഹനം ക്രമീകരിച്ച് അത്രയും ദിവസം ഞാൻ രാവിലെ പോകും. 3ാമത്തെ നിലയിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നടക്കുന്നു. എൻ്റെ മകൾക്ക് നടക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിൻസിപ്പളിന്റെ താഴത്തെ നിലയിൽ മുറിയിൽ ഒരു ചെയറും ടേബിളും അറേഞ്ച് ചെയ്ത് കൊടുത്തു. +2 ഒരു ദിവസം പോലും എൻ്റെ മകൾ പഠിക്കുവാൻ ക്ലാസ്സിൽ പോയിട്ടില്ല. പ്രസന്റ് ഇല്ല, പക്ഷേ അവരെ ആബ്സെന്റ് ഇടാതെ രോഗി എന്നുള്ള നിലയിൽ പ്രസന്റ് ഇട്ടിരിക്കാം. എങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്തു. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. പക്ഷേ 10-15 മിനിറ്റ് ആകുമ്പോൾ പറയും, പപ്പ ടീച്ചറോട് പറയും, ടീച്ചറെ എനിക്ക് വേദന എടുക്കുന്നു. ടീച്ചർ ഞങ്ങളെ വിളിച്ച് പറയും, മോൾക്ക് വേദനയാണ്. അതേ വാഹനം അവിടെ ഉണ്ട്. ആ വാഹനത്തിൽ ഞങ്ങൾ എൻ്റെ മകളെ കൊണ്ടുവരും. 15 മിനിറ്റുകളുടെ അപ്പുറം ഒരു എക്സാം പോലെ എൻ്റെ മകൾ എഴുതിയിട്ടില്ല. സത്യമാണ്, ഒന്നും പഠിച്ചിട്ടുമില്ല. പക്ഷേ 2 മാസക്കാലം കഴിഞ്ഞു, റിസൾട്ട് വന്നു. എൻ്റെ മകളുടെ കൂട്ടുകാരികൾ നല്ല നിലയിൽ പഠിക്കുന്നവർ, ഓരോ വിഷയങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ എടുത്ത് പഠിച്ച പിള്ളേർ അനേകരുണ്ട്. പക്ഷേ പല വിഷയങ്ങൾക്കും ഇങ്ങനെയുള്ള പിള്ളേർ പരാജയപ്പെട്ടപ്പോൾ +2 ഒരു ദിവസം പോലും ഹാജരില്ലാത്ത പഠിക്കാത്ത എൻ്റെ മകൾ കേവലം 15 മിനിറ്റ് മാത്രം എക്സാം അറ്റൻഡ് ചെയ്ത എൻ്റെ മകൾ 2nd ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായി. അതിന്റെ പിന്നിൽ എന്ന് പറയാമോ, പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ കടതിയിലായിരുന്നു. എൻ്റെ മകൾ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായി. അപ്പോൾ എൻ്റെ മകൾക്കൊരാഗ്രഹം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആധുനിക സേവന രംഗത്ത് എനിക്ക് ഉയരണം, പഠിക്കണം. അങ്ങനെ തുടർന്ന് അവൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞു. അവൾ BSc നഴ്സിംഗ് എക്സാം പഠിച്ചു. ആ BSc നഴ്സിംഗ് പാസ്സായി. പ്രിയമുള്ളവരെ, അവൾ സൗദി അറേബ്യയിൽ MOH നേടി. സൗദി അറേബ്യയിൽ MOHൽ ചില വർഷങ്ങൾ ജോലി ചെയ്തു. തുടർന്ന് അവൾക്കൊരു വിവാഹ ജീവിതം ഒരിക്കലും സാധ്യമല്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞത്. കാരണം ഓവറി മാറ്റപ്പെട്ടു ഇല്ല. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല പ്രധാനമായ ഒന്ന് ഓവറിയാണ്. അത് മാറ്റിയിരിക്കുക. പക്ഷേ മെഡിക്കൽ സയൻസ് അസാധ്യമായ സ്ഥാനത്തിൽ വിശുദ്ധന്മാരുടെയും ദൈവത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരുന്നു. പിന്നീട് ചികിത്സയ്ക്ക് പോയില്ല. പക്ഷേ വിശുദ്ധന്മാരുടെ കൈക്കീഴിൽ ഒരു വിവാഹം എൻ്റെ മകൾക്ക് നടക്കുവാനിടയായി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എൻ്റെ മകൾക്ക് 2 തലമുറകളെ കൊടുത്തു. 2 തലമുറകൾക്ക് നമ്മൾ മാറാം. വിവാഹം ഇല്ല, നടക്കൂല എന്ന് ഡോക്ടർ വിധി എഴുതി. പക്ഷേ ദൈവം സാധ്യമാക്കി 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് 100 കണക്കിന് ക്യാൻസർ അതുപോലുള്ള രോഗികളെ പരിചരിക്കുന്ന നല്ലൊരു സ്റ്റാഫ് നഴ്സായി വിദേശ രാജ്യമായ UK എന്ന് പറയുന്ന രാജ്യത്തിൽ അവൾ ഇന്ന് ആയിരിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ പഠിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുടെ പാടാവാം. ഇത്രയും വലിയ ഒരു
ഒരു അത്ഭുതം എൻ്റെ മകളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്തു. അതുകൊണ്ടാണ് ഈ തെരുവിൽ വന്നുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിങ്ങളോട് പറഞ്ഞത്. എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, മാരകമായ ക്യാൻസർ രോഗത്തിൽ നിന്നും എൻ്റെ മകളെ വിടുവിച്ച ദൈവം, ഈ ശബ്ദം ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ സഹോദര മാതാവേ എന്നെ വിടുവിച്ച ദൈവം, മാരകമായ രോഗത്തിൽ നിന്ന് എൻ്റെ മകളെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടിയിപ്പോൾ ശക്തരാണ്. കടന്നു വരൂ, വിശ്വാസത്തോടു കൂടി കടന്നു വന്നാൽ നിങ്ങൾക്ക് യേശു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ ലഭിക്കുന്നു. എനിക്ക് ലഭിച്ച നല്ല സന്ദർഭത്തിൽ ദൈവത്തിന് ഞാൻ നന്ദി